മകളല്ലേ? അതെ, ഇവിടെ നോക്കൂ. പോസ്റ്റ്മോർട്ടം തുടങ്ങാം. എന്തായി? തുടങ്ങിയോ? തുടങ്ങി. ആ വക്കീൽ എന്തിനാ എവിടെ നിൽക്കുന്നത്? നിന്റെ ദുഃഖം കണ്ട് സന്തോഷിക്കാനാണോ? ആയിരിക്കും. അയാൾ നിന്നെ ആശ്വസിപ്പിച്ചോ? ആശ്വസിപ്പിക്കാതിരിക്കൂ. അതിൽ പക്ഷെ ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച എനിക്കറിയില്ല. അയാളുടെ മനസ്സിൽ അവളാണല്ലേ ഓ ദേവിക. അതെ. പിന്നെ എന്തിനാടി നീ അവന്റെ പിറകെ നടക്കുന്നേ? അവനേക്കാൾ കൊള്ളാവുന്ന എത്രയോ പേരെ നിനക്ക് വേറെ കിട്ടും. സിദ്ധുവിനെക്കാളും കൊള്ളാവുന്ന ഒരുപാട് പേരെ കിട്ടുമായിരിക്കും. അതൊന്നും പക്ഷെ സിദ്ധുവേട്ടനാവില്ലല്ലോ റൂബി. എനിക്ക് വേണ്ടത് സിദ്ധുവേട്ടനെയാ. പ്രാർത്ഥിക്ക, അല്ലാതെ വേറൊരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അച്ഛന്റെ കൂടെ ഇന്നലെ രാത്രി നിന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവൂലെന്ന് തോന്നുന്നുണ്ടോ നിനക്കിപ്പോ? ആശുപത്രിയിൽ നീ നിൽക്കണമായിരുന്നു. ഞാൻ അതിന് തയ്യാറായിരുന്നല്ലോ. അച്ഛൻ തന്നെയല്ലേ അതിന് സമ്മതിക്കാതിരുന്നത്? സമയമായി. അത് അച്ഛൻ അങ്ങനെയൊക്കെ തോന്നാനും എനിക്കത് അനുസരിക്കാനും തോന്നിയത്. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താ പ്രയോജനം? നീ എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്തു തന്നാ മതി. എന്റെ അച്ഛനെ കൊന്ന അവളെ വെറുതെ വിടരുത്. അവള് ജയിലിൽ കിടക്കുന്നത് എനിക്ക് കാണണം. വിഷമിക്കണ്ട, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. നിന്റെ അച്ഛന്റെ മരണത്തിന് കണക്ക് പറയിപ്പിക്കാതെ ഒരുത്തിയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അതെന്റെ വാക്കാ, നിന്റെ പഴയ സഹപാഠി റൂബിയുടെ വാക്ക്. ഞാനിപ്പോ വരാം.